വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ചയ്ക്കുള്ള നീക്കം പാളി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനു മുൻപ് ഈ വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹാളിൽ വെച്ച് നടന്ന വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് ഡിന്നറിനിടെ നാടകീയ സംഭവങ്ങൾ ഉണ്ടായല്ലോ. ട്രംപും ഭാര്യ മെലാനിയ ട്രംപും വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസിന്റെ ബാൾറൂമിലിരിക്കവേ വെടിവെപ്പുണ്ടായി. ഇതോടെ അത്താഴ വിരുന്നിനെത്തിയവരെല്ലാം മേശക്കടിയിൽ ഒളിച്ചു. ട്രംപും തലതാഴ്ത്തി സുരക്ഷിതനാകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുമുണ്ട്. നമ്മളത് കണ്ടതാണ്. പഴുതടച്ച സുരക്ഷാ സംവിധാനം ഉണ്ടെന്ന് കരുതുന്ന ട്രംപിനാണ് ഈ ഒരു ഗതി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു സുരക്ഷാ വീഴ്ചയെ താങ്കൾ നോക്കിക്കാണുന്നത്? തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ തന്നെയല്ലേ അവിടെ സംഭവിച്ചത്. ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്ന ലോക നേതാവ് അമേരിക്കൻ പ്രസിഡന്റാണ് എന്നാണ് പൊതുവെയുള്ള ഭാഷ്യം. പക്ഷേ ലോകത്ത് ഏറ്റവും അധികം സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതും അമേരിക്കൻ പ്രസിഡന്റിനാണ്. അതാണ് മറുവശം. അങ്ങനെയെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി വൈറ്റ് ഹൗസ് ഒരുക്കിയ ഡിന്നർ, അത് ഹിൽട്ടൺ, വാഷിങ്ടൺ DC-യിലെ ഹിൽട്ടൺ ഹാളിൽ വെച്ചാണ്. അത് ഹോട്ടൽ ഹാളാണ്. അവിടെ വെച്ചൊരുക്കിയ ഡിന്നറിന് മധ്യേ ഒരു അക്രമി നുഴഞ്ഞു കയറി. ഒന്നുകിൽ പത്രപ്രവർത്തകനായി ഇതാരാണെന്നുള്ളതിൻ്റെ ഐഡന്റിറ്റി ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല. പത്രപ്രവർത്തകനായി ചമഞ്ഞെത്തിയ ആൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവിടെ എത്തപ്പെട്ട ഒരാൾ വെടിയുതിർക്കുകയും അത് 5 മുതൽ 8 വരെ പ്രാവശ്യം കേട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ ട്രംപ് പ്രത്യേകിച്ച് ഡക്കിങ് അണ്ടർനീത്ത് എന്ന് പറയുകയും ഒരുപാട് പേര് മേശയുടെ അടിയിലും ഒക്കെ ഒളിക്കുകയും ചിതറി കൂടുകയും ഒക്കെ ചെയ്തൊരു പാനിക് സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ഇറാൻ ബന്ധമുള്ള ആരെങ്കിലും ആണോ, മറ്റേതെങ്കിലും ആളുകളാണോ, അതോ എന്തെങ്കിലും മനോവൈകല്യമുള്ള ആളുകളാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് നിശ്ചയമായും അറിയില്ല. പക്ഷേ പഴുതടച്ച സുരക്ഷാ സംവിധാനം ഉണ്ട് എന്ന് കരുതുന്ന ഒരിടവും പൂർണ്ണ സുരക്ഷിതമല്ല എന്നാണ് കാണുന്നത്. മെലാനിയ ട്രംപും ഡൊണാൾഡ് ട്രംപും അതിൻ്റെ ബോൾ റൂമിൽ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുകൂടി ഓർക്കേണ്ടതാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളുണ്ട്, പത്രപ്രവർത്തകരുണ്ട്. ഇതെല്ലാം തന്നെ വലിയ നാണക്കേട് തന്നെയാണ് അമേരിക്ക ഉണ്ടാക്കിയത്. ഇതാദ്യമായിട്ടല്ല ഡൊണാൾഡ് ട്രംപ് ആക്രമണം നേരിടുന്നത്. ട്രംപിന് നേരെ വെടിയുണ്ട ഉതിർത്ത ഒരു സംഭവം ട്രംപിൻ്റെ 2ാം ഊഴം പ്രസിഡൻസിയുടെ തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമിതിയിൽ, അതൊരു ഓപ്പൺ പ്രദേശത്താണ്, അവിടെ ഒരു വെടിയുണ്ട ട്രംപിൻ്റെ ചെവിയുടെ അറ്റം തുളച്ച് കടന്നുപോയി. അപ്പം അന്നൊരു ധൈര്യമുള്ള ഒരു പോസ്റ്ററിംഗ് ആണ് ട്രംപ് എടുത്തത്. തീവ്രവാദത്തെയും ഭീകരതയും ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ചീറി നിൽക്കുന്ന ചിത്രങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും വിരുദ്ധമായി ഇന്ന് ട്രംപ് ക്യാൻവാസിങ്ങിലല്ല, അദ്ദേഹം പ്രസിഡന്റാണ്. ഒരു ക്രൈസിസിന് മധ്യയാണ്. അമേരിക്ക നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് ഇറാൻ യുദ്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരവസരത്തിൽ ട്രംപിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് വലിയ അർത്ഥതലങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇറാനെ പ്രേരിപ്പിച്ച് പാകിസ്ഥാനിലെത്തിച്ച് ചർച്ച നടക്കും എന്ന ഒരു അന്തരീക്ഷമുണ്ടാകുന്നു. അപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് ലോക ശ്രദ്ധ തിരിയുകയാണ് അമേരിക്കയിലേക്ക് തന്നെ. അതുകൊണ്ട് ഇറാൻ്റെ നേതാക്കൾ ഒന്നൊന്നായി വധിക്കപ്പെടുന്നു. ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞന്മാർ വധിക്കപ്പെടുന്നു. IRGC തലപ്പത്തുള്ളവർ വധിക്കപ്പെടുന്നു. ഇതെല്ലാം തന്നെ അമേരിക്ക ഇസ്രായേൽ എൻജിനീയർഡ് പ്രോസസ്സാണ്. പക്ഷെ അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നത് കാണാതെ പോകരുത്. തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കൻ പ്രസിഡന്റ് ഓൾസോ വിൽ ബി വൾണറബിൾ. സുരക്ഷാ ഭീഷണി നേരിടുന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡൻസിയുടെയും ഘടന. എത്ര ഫിൽറ്റർ ചെയ്താലും അമേരിക്ക പൂർണ്ണമായി സുരക്ഷിതമല്ല എന്നതിൻ്റെ തെളിവ് കൂടിയായിരുന്നല്ലോ 9/11/2001 ഒരു ഭീകര ആക്രമണം അമേരിക്ക നേരിടേണ്ടി വന്നു. അമേരിക്കയുടെ മണ്ണിൽ ആദ്യമായിട്ട് ഭീകരത എത്തിയതും ആ രീതിയിലാണ്. മുഖ്യധാര മണ്ണിലെ വൻ ആക്രമണ രൂപത്തിൽ പുറത്തുനിന്ന് വരുന്ന ഒരു ആക്രമണം. ഇതകത്തുനിന്ന് വരുന്ന ആക്രമണമല്ല. വിമാനങ്ങൾ കൊണ്ടുപോയി ട്വിൻ ടവേഴ്സ് ഓഫ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ചു കയറ്റി 2 അഭിമാന സ്തംഭങ്ങൾ നിലം പരിശാകുകയാണ്. 4500ഓളം പേരാണ് അവിടെ പിടഞ്ഞു മരിക്കുന്നത്. അത് നിസ്സഹായരാണ്. അവരൊന്നും ഒരു യുദ്ധത്തിലും പങ്കാളികളല്ല. അത് മുതലൊരു സിവിലൈസേഷണൽ വാറിൻ്റെ രൂപം കൈവരിച്ചു കഴിഞ്ഞു. ഇതൊരു സാമുവൽ P. ഹണ്ടിങ്ടൺ എന്ന ചിന്തകൻ, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 1993 തന്നെ പറഞ്ഞു, വൈറ്റ് സിവിലൈസേഷൻ, ആംഗ്ലോ സാക്സൺ പ്രൊട്ടസ്റ്റന്റ് മേധാവിത്വമുള്ള ട്രാൻസ് അറ്റ്ലാന്റിക് രൂപങ്ങളുള്ള അമേരിക്ക നയിക്കുന്ന പാശ്ചാത്യ ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസ്റ്റ് സംസ്കാരം, ആ സംസ്കാരത്തിനെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും.
അതുണ്ടാകാൻ സാധ്യതയുള്ള രണ്ടാമത്തെ സംസ്കാരം അത് അറബ് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് മധ്യ പൗരസ്ത്യ പ്രദേശത്തും മധ്യ ഏഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും എല്ലാമായി ചിതറി നിൽക്കുന്ന, അല്ലെങ്കിൽ വടക്കൻ ആഫ്രിക്കയിലുമായി ചിതറി നിൽക്കുന്ന ഒരു രണ്ടാം സംസ്കാരമുണ്ട്. ആ രണ്ടാം സംസ്കാരം ഒന്നാം സംസ്കാരത്തിനെതിരെ ഉള്ള പോരാട്ടമായിരിക്കും. ഇത് രാജ്യങ്ങൾ മാത്രമല്ല, വ്യക്തികൾ മാത്രമല്ല ടാർഗറ്റ്. അന്ന് മുതൽ 9/11 2001 മുതൽ അപ്രഖ്യാപിതമായ ഒരു ലോകയുദ്ധത്തിൻ്റെ പ്രതീതിയിലാണ്. അതിൻ്റെ ചില കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ബഹിർസ്ഫുരണങ്ങളാണ് ഇറാൻ അറ്റാക്കിൻ്റെ രൂപത്തിൽ നടക്കുന്നത്. സ്വാഭാവികമായി ഒരു രാജ്യത്തിന് ഇറാനൊന്നും അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ കഴിയില്ല. നമുക്കറിയില്ല അമേരിക്കൻ പ്രസിഡന്റിനെ ആണോ ആക്രമിക്കാൻ ഉദ്ദേശിച്ചത് എന്നും അറിയില്ല. ഇറാൻ ബന്ധമുള്ള ആളാണോ എന്നറിയില്ല, ഭീകരതയുമായി ബന്ധമുള്ള ആളാണോ എന്നറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ പല രൂപത്തിൽ അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് വേൾഡ് പ്ലെയറിനെതിരെ ഉണ്ടാകുന്നു എന്നത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യവുമാണ്. ആദ്യമായി വെടിവെയ്പ്പ് നേരിട്ടതോ ആയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ല, അനവധി അമേരിക്കൻ പ്രസിഡന്റുമാർ ആക്രമണ വിധേയരായിട്ടുണ്ട് എന്നതും ഇത്തരണത്തിൽ ഓർത്തിരിക്കേണ്ടതാണ്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തീക്കട്ടയിൽ തന്നെയാണ് ഉറുമ്പരിച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ ഒരു സംഭവം വൻ നാണക്കേട് ഉണ്ടാക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 1981 US പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗന് വെടിയേറ്റ് പരിക്കേറ്റ അതേ ഹോട്ടലിലാണ് ഇന്നത്തെ വെടിവെപ്പ് നടന്നിരിക്കുന്നത്. 1981 മാർച്ച് 30 ആ വെടിവെപ്പ് നടന്നത്. ഹോട്ടലിനകത്ത് ഒരു പ്രസംഗം കഴിഞ്ഞ് ലിമോസിനിലേക്ക് മടങ്ങുകയായിരുന്ന റീഗന് നേരെ പ്രതിയായ ജോൺ ഹിംഗ്ലി ജൂനിയർ വെടിയുതിർക്കുകയായിരുന്നു. അന്ന് റീഗൻ രക്ഷപ്പെട്ടു. പക്ഷേ ഒരു ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുളച്ചു കയറി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ട് നടക്കുന്ന മൂന്നാമത്തെ വെടിവെപ്പാണ് ഇന്നുണ്ടായത്. വെടിവെയ്പ്പ് നടത്തിയയാളെ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. 31കാരനായ കോൾ തോമസ് അലനാണ് ആക്രമണം നടത്തിയത് എന്ന് പോലീസ് മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. ഇയാളെ പിടികൂടുന്നതിന്റെ ചിത്രങ്ങൾ നേരത്തെ ട്രംപ് തന്നെ തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിടുകയും ചെയ്തതാണ്. കാലിഫോർണിയ സ്വദേശിയായ കോൾ തോമസ് അലൻ അധ്യാപകനാണ് എന്നാണ് പ്രാഥമിക വിവരം. അതേസമയം ആക്രമണത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ് എന്ന് ഇതുവരെ അറിവായിട്ടില്ല. കോൾ അലൻ ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയത് എന്നും ഇയാൾ വലിയ തോതിൽ ആയുധം കൈവശം വെച്ചിരുന്നുവെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. കോൾ അലൻ പരിപാടി നടന്ന ഹോട്ടലിൽ താമസിക്കുകയായിരുന്നുവെന്നാണ് വാഷിംഗ്ടൺ DC പോലീസ് മേധാവി ജെഫ്രി W. കാരൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ഒരു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും അക്രമി പിടിയിലായി എന്നും ട്രംപും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലിനെ ട്രംപ് അഭിനന്ദിച്ചു. ഷോ തുടരട്ടെ എന്ന് താൻ നിർദ്ദേശിച്ചുവെങ്കിലും അന്തിമ തീരുമാനം നിയമപാലകർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപ് ഇതിനുശേഷം ട്രൂത്ത് സോഷ്യലിൽ ചില വരികൾ കുറിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? DC-യിൽ ഇതൊരു സംഭവ ബഹുലമായ വൈകുന്നേരമായിരുന്നു. സൈബർ പോലീസും നിയമപാലകരും മികച്ച രീതിയിൽ പ്രവർത്തിച്ചു. അവർ വേഗത്തിലും ധീരമായി നീങ്ങി. വെടിവെപ്പ് നടത്തിയ ആളെ പിടികൂട്ടിയിട്ടുണ്ട്. ഷോ തുടരട്ടെ എന്ന് ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായും നിയമപാലകരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും തീരുമാനങ്ങൾ. അവർ ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്തു തന്നെയായാലും ഈ വൈകുന്നേരം പ്ലാൻ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. നമുക്കിത് ഒരിക്കൽ കൂടി ചെയ്യേണ്ടി വരും. വെടിവെപ്പിന് തൊട്ടുപിന്നാലെയാണ് ട്രംപ് ഈ വാക്കുകൾ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്നത്. പിന്നാലെ മറ്റൊരു പോസ്റ്റിൽ തുടർ നടപടികളും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് പരിസരം വിട്ടുപോകാൻ നിയമപാലകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കി. 30 മിനിറ്റിനുള്ളിൽ വൈറ്റ് ഹൗസ് പ്രസ് ബ്രീഫിംഗ് റൂമിൽ നിന്ന് താൻ വാർത്താ സമ്മേളനം നടത്തുമെന്നും ട്രംപ് പറഞ്ഞു. പ്രഥമ വനിതയും വൈസ് പ്രസിഡന്റും എല്ലാ ക്യാബിനറ്റ് അംഗങ്ങളും പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. ഇന്ന് നടത്താനിരുന്ന പരിപാടി 30 ദിവസത്തിനുള്ളിൽ തന്നെ സംഘടിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്.